നമ്മൾ മത്സരങ്ങൾ നടത്താറുണ്ട്. സ്റ്റേറ്റ് ലെവൽ, ജില്ലാതല മത്സരം, സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെക്യുലർ മത്സരമാണെങ്കിലും നമ്മുടെ മത്സരങ്ങൾ എടുത്താലും നമ്മുടെ മത്സരങ്ങളിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ പ്രസംഗിക്കുന്ന കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ ടോപ്പ് സിംഗർ പോലെയുള്ള ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ കരിയർ അവിടെ ഡെവലപ്പ് ചെയ്യും. അല്ലേ? ടോപ്പ് സിംഗർ ഫെയിമാണ് സീതാലക്ഷ്മി അല്ലെങ്കിൽ അമൃതവർഷിണി, അവരെ നമ്മൾ തന്നെ വിളിച്ച് പ്രോഗ്രാം കൊടുക്കും. ഇപ്പം എലക്യൂഷൻ കോമ്പറ്റീഷൻ, അത് PYPയുടെയും YPയുടെയും CM-ന്റെ ഒക്കെ ഒരു പ്രധാന കോമ്പറ്റീഷനാണ്. ഈ പ്രസംഗ മത്സരത്തിൽ ഒന്നാമതെത്തുന്ന കുട്ടികളെ നമ്മൾ നമ്മളുടെ കൺവെൻഷൻ വേദികളിലും നമ്മളുടെ യൂത്ത് ക്യാമ്പുകളിലും എന്ത് ചെയ്യണം? പ്രസംഗിപ്പിക്കണം. അവരെ പ്രൊമോട്ട് ചെയ്യുക മാത്രമല്ല, അവർക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കുകയും അവർക്ക് കൃത്യമായി അതിനുള്ള ഒരു ഓണറേറിയം കൊടുക്കുക, ഒരു റെമ്യൂണറേഷൻ അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കുകയും ചെയ്യണം. കാരണം അവർക്ക് അതൊരു പ്രോത്സാഹനമാണ്. അപ്പൊ അവര് നാളെ വലിയ ഇപ്പൊ നമ്മൾ 19-50 വർഷങ്ങളായി നമ്മൾ PYP നടത്തുന്നു, അല്ലെങ്കിൽ യൂത്ത് ഓർഗനൈസേഷന്റെ വിവിധ പ്രോഗ്രാമുകൾ നടത്തുന്നു. ഈ പ്രസംഗത്തിന് ഇത്രയും വർഷമായിട്ട് ഫസ്റ്റ് കിട്ടിയ പിള്ളേർ എവിടെ പോയി? പാട്ടിന് ഇത്രയും വർഷമായിട്ട് ഫസ്റ്റ് കിട്ടിയ പിള്ളേർ ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഫസ്റ്റ് കിട്ടിയവരെ നമ്മൾ അറിയുന്ന പോലുമില്ല. അവർക്ക് നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുന്നില്ല. ഒരു പാട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പാടാൻ അവസരം കൊടുക്കുന്നില്ല. അവരെ നമ്മുടെ കൺവെൻഷൻ വേദികളിൽ കാണാറില്ല. നമ്മൾ സ്റ്റാർ സിംഗറിൽ ഫെയിം ആയിട്ടുള്ളവരെ വിളിച്ച് നമ്മൾ പാടിപ്പിക്കുമ്പോൾ നമ്മുടെ പെന്തക്കോസിനകത്ത് പാടി വിന്നറായ ആൾക്ക് നമ്മളൊരു അവസരം കൊടുക്കുന്നില്ല. നമ്മൾ അവസരം കൊടുക്കുന്നില്ല. ഈ അവസരം കൊടുക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കൾക്കാണ് സമ്മാനം കിട്ടിയതെങ്കിൽ താങ്കൾ എൻ്റെ അടുത്ത ബന്ധുവാണെങ്കിൽ അവസരം ഉണ്ട്.